പ്രണയദിനത്തിൽ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് താരങ്ങൾ അണിനിരക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ചിത്രം നാളെ തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. ഈ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബ്രൊമാൻസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അർജുൻ അശോകൻ, മാത്യു തോമസ്, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാരെ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ഡി ജോസ് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ. 18+, ജോവാൻജോ തുടങ്ങിയ 2 സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ഒന്ന് പ്രത്യേകത തന്നെയാണ് ചിത്രത്തിനുണ്ട്. എന്തൊക്കെയാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ദിനത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വലിയൊരു വിജയം സ്വന്തമാക്കി. അതേപോലെ തന്നെ ഈ തവണ വിജയം ആവർത്തിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും ബ്രൊമാൻസ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ. എന്തൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി വലിയ പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ കരാഫുൾ ഷാജോൺ, മിനു പപ്പു, ശ്യാം മോഹൻ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അരുൺ ഡി ജോസ്, തോമസ് ബി സെബാസ്റ്റ്യൻ, രബീഷ് നാഥ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയും സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. അഖിൽ ജോർജാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വളരെ മികച്ച ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ ആയിരിക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുനിന്ന് ഓരോ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും അതോടൊപ്പം തന്നെ ട്രെയിലറിനും ടീസറിനും എല്ലാം തന്നെ മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം കാണാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയെ വർദ്ധിച്ചിരിക്കണം. എന്തൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്ര പേരാണ് നാളെ ബ്രൊമാൻസ് എന്ന് പറയുന്ന മലയാള ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.